തലശ്ശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തികച്ചും രാഷ്ട്രീയമായ ഒരു മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇപ്പോഴും എപ്പോഴും ഈ ദിവസങ്ങളിൽ വന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനുണ്ടായിരുന്നു. അത് കേരളത്തിലാകെ നടന്നിട്ടുള്ള സമാനതകൾ ഏതുമില്ലാത്ത വികസന പ്രവർത്തനമായിരുന്നു. ലോകത്തിന് മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ കേരളം ഉയർത്തിപ്പിടിച്ചു. അതിൻ്റെ ചുവട് പിടിച്ച് അതിശയിപ്പിക്കുന്ന വികസനങ്ങൾ നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ഈ തലശ്ശേരി മണ്ഡലത്തിലും സഖാവ് എൻ ശംസീറിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഈ മണ്ഡലത്തിലും ഈ കാലം അത്രയും നടന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വികസന പരിപാടികൾ, പദ്ധതികൾ നമുക്കിവിടെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായ വികസനത്തിൻ്റെ രാഷ്ട്രീയം ഞങ്ങൾ ജനങ്ങളിലെത്തിച്ചു, ജനങ്ങളുമായി സംവദിച്ചു. അതുപോലെ ഇവിടെ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച സർക്കാരിൻ്റെ ജനക്ഷേമ നടപടികളും പ്രവർത്തനങ്ങളും ഞങ്ങൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം മനുഷ്യരിലും എത്തിച്ചു. ഈ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും സ്പർശനമേൽക്കാത്ത, അതിൻ്റെ നേട്ടമനുഭവിക്കാത്ത ഒരു വിഭാഗവും ഇന്ന് ഈ തലശ്ശേരിയിലില്ല, കേരളത്തിലുമില്ല. അത് എല്ലാ ജാതികളിലും എല്ലാ മതങ്ങളിലും പെട്ട ലക്ഷക്കണക്കായ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ 10 വർഷക്കാലം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം രാജ്യത്തിന് മാതൃകയാകുന്ന സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ നാളുകൾ ഈ കേരളീയ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളതും ഈ 10 വർഷക്കാലത്തിനുള്ളിലായിരുന്നു. അപ്പോൾ ഞങ്ങളെവിടെ ഉയർത്തിയത് മാനവസ്നേഹത്തിൻ്റെ, മതനിരപേക്ഷതയുടെ ഉദാത്തമായ രാഷ്ട്രീയം, അതിൻ്റെ മൂല്യം ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു, ജനങ്ങളുമായി സംവദിക്കുകയും ചെയ്തു. ഇങ്ങനെ വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും മാനവികതയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിൽ സംവാദങ്ങളിലേക്ക് ജനങ്ങളുമായി സംസാരിക്കുന്നതിന് എല്ലാ ദിവസങ്ങളിലും തയ്യാറായിട്ടുള്ളത്. ഞങ്ങൾക്കത് മാത്രമേ എല്ലാവരോടും പറയാനുള്ളൂ. എന്നാൽ എല്ലാവരും അങ്ങനെയാണോ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയ പ്രക്രിയയിൽ ഈ വിധത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് എന്ന് മറ്റുള്ളവർക്ക്, മറ്റു മുന്നണികൾക്ക് ഈ തലശ്ശേരിയിൽ പറയാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾക്ക് സംശയമാണ്. എല്ലാ കാലത്തും എന്നപോലെ വളരെ തെറ്റായ പ്രചരണങ്ങൾ അങ്ങനെയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞങ്ങളൊന്നിനും മറുപടി പറയാനൊന്നും പുറപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്കപ്പുറത്ത് ആരെക്കുറിച്ചും വളരെ വ്യക്തമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഒരു രാഷ്ട്രീയ സംവാദമെന്നാൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെന്നാൽ അത് ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതായിരിക്കണം. നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ, ഇവിടെ ഇന്ന് ഈ വേദിയിൽ സ്പീക്കർ ഇരിക്കുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ സഖാവ് എൻ ശംസീറിനെ കുറിച്ച്
കുറിച്ച് എന്തെല്ലാം മ്ലേച്ഛത്തരം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, വീടുകളിൽ പോയി പറഞ്ഞിട്ടുണ്ട്, എവിടെയെല്ലാം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനൊക്കെ അന്ന് തന്നെ ശക്തമായ മറുപടി ഈ തലശ്ശേരിയിലെ മതനിരപേക്ഷ സമൂഹം കൃത്യമായി വോട്ടെടുപ്പിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഒരാക്ഷേപവും ഒരാളെ കുറിച്ചും ഉന്നയിക്കാറുണ്ടായിട്ടും എവിടെയും ആരോടും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്കതിന് താല്പര്യവുമില്ല. ഞങ്ങൾ നേരിന്റെ ഇടതുപക്ഷം നന്മയുടെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്താണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും വിലയിരുത്താനുള്ള ശേഷിയും കൃത്യതയുമുള്ള ഈ പൗരസമൂഹം അത് വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കും. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം, ആ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം. അതിൽ നിങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.
പെൺയുവത്വത്തിന് ആശ്വാസവാക്കായി പുത്തനൊരു പദ്ധതി വന്നു. അക്രമവാഴ്ചയ്ക്കറുതിയായി പെണ്ണിനെ കണ്ണിൻ മണി പോലെ കാത്തു. അക്രമവാഴ്ചയ്ക്കറുതിയായി പെണ്ണിനെ കണ്ണിൻ മണി പോലെ കാത്തു. ആരെന്നു നോക്കാതെ കുറ്റവാളിക്കെതിരെ നിയമം നടപ്പാക്കി വാണു. ആരെന്നു നോക്കാതെ കുറ്റവാളിക്കെതിരെ നിയമം നടപ്പാക്കി വാണു. ഉയർത്തി മുന്നേറാം, കരുതിയിരിക്കുക കരുതിയിരിക്കുക, ഇരുളിൻ ശക്തികൾ തകർക്കുമീ നേട്ടം, തകർക്കുമീ നേട്ടം. പറയുന്നു വീണ്ടും ഈ കേരളം തോൽക്കുവാൻ മനസ്സില്ല, തോൽക്കുവാൻ മനസ്സില്ല, തോൽക്കുവാൻ മനസ്സില്ല. ഇരുൾ വന്നു മൂടുന്ന ഇന്ത്യയുടെ ഹൃദയത്തിൽ പൊരുതി നിൽക്കുന്നൊരേ നാട്, പൊരുതി നിൽക്കുന്നൊരേ നാട്. മതവൈരമാളും വെറുപ്പിൻ പ്രവാഹത്തെ തടയിട്ടു നിർത്തിയ നാട്, തടയിട്ടു നിർത്തിയ നാട്. ഇരുൾ വന്നു മൂടുന്ന ഇന്ത്യയുടെ ഹൃദയത്തിൽ പൊരുതി നിൽക്കുന്നൊരേ നാട്, പൊരുതി നിൽക്കുന്നൊരേ നാട്. മതവൈരമാളും വെറുപ്പിൻ പ്രവാഹത്തെ തടയിട്ടു നിർത്തിയ നാട്, തടയിട്ടു നിർത്തിയ നാട്. തോൽക്കാൻ മനസ്സില്ല, തോൽക്കാൻ മനസ്സില്ല എന്നുറക്കെ ചൊല്ലി തോറ്റങ്ങൾ പാടിയ നാട്. പ്രളയത്തെ പോക്കി പെരുമഴക്കാലത്തെ ഉരുൾപൊട്ടും ജീവന്റെ വിതയെ ഇരു കൈകളിൽ താങ്ങി ആശ്വാസവർഷമായി അതിജീവനം പെയ്ത നാട്. ഇരു കൈകളിൽ താങ്ങി ആശ്വാസവർഷമായി അതിജീവനം പെയ്ത നാട്. തടയുവാൻ നോക്കി പലരും പല കുറി വികസന സ്വപ്നം മുറിക്കാൻ. ന്യായമാം വിഹിതം തരാതെ ദ്രോഹിച്ചവർ നാടിനെ ചുട്ടുപൊള്ളിക്കാൻ.
കൊടികളേന്തുന്നു കൊടികളേന്തുന്നു. കേരളം ഒരു ചരിത്രത്തിന്റെ തുടർച്ചയിലേക്കാണ്. ഇവിടെ ഉയർന്നു പൊങ്ങുന്ന ഹൃദയ പതാകയുടെ കീഴിൽ ഒരു ജനത ഒന്നാകെ ചേരുകയാണ്, വീണ്ടും ഉദിക്കുന്ന ഒരു ചുവന്ന സൂര്യന് വേണ്ടി.